ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലക്കിക്ക് നന്ദയ്ക്കും സ്കൂൾ അടച്ചിട്ടോ. പിന്നെ വീട്ടിലിരുന്ന് ബോറടിയായി. പിന്നെ രണ്ടാളെയും കൂട്ടി ചെറുതായിട്ടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ച്. വലിയ ദൂരത്തൊന്നും അല്ല, വീട്ടിനടുത്ത് തന്നെയാട്ടോ. ഈ വെയിലും പിടിച്ച് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. 1984 ഒക്ടോബർ 30 ഗോപാൽപൂരിൽ എയർ ഡിഫൻസ് ആൻഡ് ഗൈഡഡ് മിസൈൽ സ്കൂളും സെന്ററും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അവസാന ഔദ്യോഗിക പരിപാടി കൂടിയായിരുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാട്ടോ ഇത്. ഇവിടെ നല്ല സീനറി ആട്ടോ. വരുന്നെങ്കിൽ വൈകിട്ട് വല്ലതും വരണം, പൊരിഞ്ഞ ചൂടാ. ഇത് ലക്കിയുടെ ബഹളം കാരണം കൊണ്ടുവന്നതാട്ടോ. അവന് കടൽ തീരത്ത് പോണമെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് ബഹളമായിരുന്നു. ചൂട് കാരണം ഇങ്ങോട്ട് വരാൻ മടിച്ചതുകൂടിയാ. കാണാൻ ചെറുതാണെങ്കിലും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പൂരിയിലെ ജഗന്നാഥ ക്ഷേത്രവും കൊണാർക്കിലെ സൂര്യക്ഷേത്രവും ഒക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയിരുന്നു കേട്ടോ അവിടെ. വീട്ടിലിരുന്ന് ബോറടിച്ചവർക്കെല്ലാം ഈ വെയിൽ കൊണ്ടപ്പോൾ അങ്ങ് സമാധാനമായി കേട്ടോ. ലക്കിക്ക് പിന്നെ വെയിലൊന്നും മഴയൊന്നും ഇല്ല കേട്ടോ. അവന് കളിച്ചാൽ മതി എവിടെ ആയാലും. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വെള്ളമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്തായാലും കുറച്ച് താമസിച്ചേ തിരിച്ചു പോകണുള്ളൂ. സ്കൂൾ അടച്ചിട്ട് എങ്ങും കൊണ്ടുപോയില്ലെന്നുള്ള പരാതി അങ്ങ് തീരട്ടെന്ന് വിചാരിച്ച്. ഇവിടെ വൈകിട്ട് വരാനാ രസം, കടൽക്കാറ്റൊക്കെ കൊണ്ടിരിക്കാം കേട്ടോ. ഇവിടെയൊക്കെ കളിച്ച് മടുത്തിട്ട് ഓരോരുത്തർ പതുക്കെ അങ്ങ് കടലിലിറങ്ങി. കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥ ക്ഷേത്രം പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ശില്പി ഏതായാലും അടിപൊളിയായിട്ട് തന്നെ പണിഞ്ഞിട്ടുണ്ട്.
നന്ദ കടലിൽ ഇറങ്ങിയെന്ന് ഫോട്ടോ എടുക്കുക കേട്ടോ. ഇത് കണ്ടപ്പോൾ പണ്ട് ഞാനും ഏട്ടനും കൂടെ കടൽ തീരത്ത് പോയപ്പോൾ എൻ്റെ ക്യാമറ വെള്ളത്തിൽ പോയതാണ് ഓർമ്മ വന്നത്. പിന്നെ അത് അതിൻ്റെ ഷോറൂമിൽ വരെ കൊണ്ടുപോയിട്ട് ശരിയായില്ല. ഉപ്പുവെള്ളമല്ലേ. ആ ക്യാമറയുടെ കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും സങ്കടമാണ്. അത് ഞങ്ങൾക്ക് പപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തന്നെയാട്ടോ. തലയിലും താഴത്തും വെക്കാതെ കൊണ്ടുകിടന്ന സാധനം അത് ഒരു നിമിഷം കൊണ്ട് വെള്ളത്തിൽ പോയി. ലക്കിക്ക് അവിടെ നിന്നൊരു കന്നാസ് കിട്ടിയിട്ടോ. അത് വെള്ളം നിറച്ച് കളിക്കുക. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന് കേട്ടോ. വെയിലത്താണെങ്കിലും ആ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ലക്കിക്ക് അവിടെ നിന്ന് പറക്കിയെടുത്ത് കളിക്കാൻ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടോ. അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്നൊരു പ്ലേറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. ഏതോ മരത്തിൻ്റെ കായ്കളായത്. കായ്കൾ മാത്രമല്ല കേട്ടോ പറക്കിയെടുത്തത്. ദാണ്ട് അടുത്തൊരു സാധനത്തിനെ കൊണ്ടുവന്നൊരു പുഴു. എവിടെന്നോ പറക്കിയെടുത്ത് കൊണ്ടുവന്നതാ. നല്ല ഭംഗിയുണ്ടെന്ന്. ഇതിനെ ബാഗിനകത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നേട്ടോ. ഇത് കണ്ടപ്പോഴേ ഞാൻ വഴക്ക് പറഞ്ഞു കേട്ടോ. ഇല്ലെങ്കിൽ ഇതിനെ എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോണ്ടി വന്നനെ. ലക്കിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് അതിൻ്റെ ഭാഗ്യം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.